കേരളക്കാർ തന്നെയാണ്. എനിക്ക് മാറാ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂല. ഞാൻ പറ്റൂല. നിങ്ങളെ സീറ്റ് മാറാൻ നിങ്ങൾ സമ്മതിക്കോ? ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ്. അവർക്ക് 60 രൂപയുടെ ടിക്കറ്റായി എന്ന് വിചാരിച്ചു. ആ 60 രൂപ സ്ത്രീക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ KSRTC അതിൻ്റെ നഷ്ടം സഹിക്കേണ്ട. ആ 60 രൂപയും മെഷീനിൽ കാണിക്കുന്ന തുക സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ലാഭമാണ്, KSRTCക്ക് പണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KSRTC ഒരു തരത്തിലും ഇത് ബാധിക്കുന്നുമില്ല. ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ കണ്ടൊരു വീഡിയോ ആണ്. KSRTC ബസ്സിനകത്ത് പ്രിയദർശിനി ബസ്സിനകത്ത് സംഭവിച്ചൊരു ഒരു കാര്യമാണ്, ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ തുടക്കം തന്നെ ഞാൻ പറയട്ടെ. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് എന്നുവെച്ചാൽ ഇത് ഒരുമാതിരിപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇപ്പോഴും കുറേ ആളുകൾ തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നത്. വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു തെറ്റിദ്ധാരണ എന്ന്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പം കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ഒരു യുവാവ് ജനറൽ സീറ്റിലാണെന്ന് തോന്നുന്നു, ആയിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ അയാൾ വിഷയം ഉണ്ടാക്കിയത്. പുള്ളിക്കാരൻ കയറി ഇരുന്നിട്ട് ഇപ്പം ഞാൻ തുടക്കമേ ഞാൻ പറയുകയാണ്, സ്ത്രീകളെ ഞാൻ KSRTC ബസ്സിനകത്ത് കയറുന്ന അല്ലെങ്കിൽ പ്രിയദർശിനി ബസ്സിനകത്ത് കയറുന്ന പൊതുവായിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ ന്യായീകരിക്കുമല്ല. ഇതിനകത്ത് സ്ത്രീകളെയും ന്യായീകരിക്കുന്നില്ല, പുരുഷന്മാരെയും ന്യായീകരിക്കുന്നില്ല. കാരണം KSRTC കയറുന്ന പുരുഷന്മാരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ട്, സ്ത്രീകളുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അപ്പം അതുകൊണ്ട് സ്ത്രീകളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് സ്ത്രീകളെ ന്യായീകരിക്കുന്നു എന്നൊരു തോന്നൽ വരാം. പക്ഷേ ശരിയെന്ന് തോന്നിയതാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, വേറൊന്നുമല്ല. ഇപ്പം ഇവിടെ ഞാൻ ഒരു പോസ്റ്റ് വയ്ക്കാം, അതിനുശേഷം ആ ഒരു വീഡിയോ ഞാൻ പങ്കുവയ്ക്കാം. അതിനുശേഷം ഇതിനൊക്കെ ഉള്ള മറുപടി, ഇതിനൊക്കെ ക്ലിയറായിട്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൂടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, അത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട്, ഈ പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണ മാറി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം. ഓക്കെ, ഞാനിനി ഇവിടെ ആ പോസ്റ്റ് വയ്ക്കാം. ഇവിടെ ഒരു ചെങ്ങാതി ബസ്സിൽ കയറിയിട്ട് പുള്ളി പുറത്ത് വെള്ളം മേടിക്കാൻ പോയ സമയത്ത് വെള്ളം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളിരുന്ന സീറ്റിനകത്ത് ഒരു സ്ത്രീ കയറിയിരുന്നു. അപ്പം അവിടെ അവൻ ഒരുപാട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങളിരിക്കേണ്ട സീറ്റിൽ ഞാൻ കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് നല്ലൊരു ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാരണം സ്ത്രീകൾ KSRTC ബസ്സിനകത്ത് സ്ത്രീകൾ എന്നുള്ള ഒരു സ്ത്രീകൾക്ക് മാത്രമുള്ള സീറ്റിനകത്ത് ഒരു പുരുഷനെ കാണാൻ കയറിയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളെ എണ്ണീപ്പിക്കും, കണ്ടക്ടർ വന്ന് എണ്ണീപ്പിക്കും, അല്ലെങ്കിൽ സ്ത്രീ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അയാളെ എണ്ണിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ച് വിടാതെ ആ കയറി വരുന്ന സ്ത്രീക്ക് ഒരു തൃപ്തി കാണത്തില്ല. നേരെ മറിച്ച് ഒരു പുരുഷൻ്റെ സീറ്റിനകത്ത് ഒരു സ്ത്രീ കയറി ഇരുന്നാൽ പോലും ആരും കണ്ടക്ടറോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അവിടെ നിൽക്കുന്ന പുരുഷന്മാരോ ഒന്നും മിണ്ടാനും പോകത്തില്ല. അത് ന്യായമാണ് കേട്ടോ, ന്യായമാണ്. പക്ഷേ ഇതിപ്പം ഈ യുവാവ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എനിക്ക് ഇതിനകത്ത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിലപ്പം ആ പുള്ളിയുടെ ഭാഗത്ത് ന്യായം കാണുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് പുള്ളി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓസിന്, അതാണ് ഞാൻ പോസ്റ്റ് വെച്ചേക്കുന്നത് ഇവിടെ, ഓസിന് പോവുകയും വേണം, ക്യാഷ് കൊടുത്ത് പോകുന്നവനെ ഇരിക്കാനും സമ്മതിക്കില്ല. KSRTC ബസ്സിൽ യുവാവിൻ്റെ ലൈവ് പ്രതിഷേധം വൈറൽ. അപ്പം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. കാരണം ഇതിനുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നല്ല വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്ത് ഓസിന് പോകും വേണമെന്ന്, ഇപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീകൾക്ക് മാത്രം ഈ പറഞ്ഞിട്ടുള്ള അവകാശപ്പെട്ടൊരു ബസ് എന്നുവെച്ചാൽ പ്രിയദർശിനി ബസ്സിനകത്ത് കയറിയിട്ട് ഇതുപോലൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക്, ഓസിന് പോകാമെന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞിട്ടുള്ള പൈസ ഉള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യത്തില്ല. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ കാണും, അവർക്കെല്ലാം ഭയങ്കര ഒരു ഫീലിങ്സ് തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഓസിന് പോകുന്നവരാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഗതിയും ഇല്ലാതെ നമ്മളെ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്ത് പോകുന്നവരായിട്ട് ഒന്ന് അധിക്ഷേപിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷേപിക്കുന്നത്. ചിലപ്പോൾ അവിടെ ഒരുപാട് ആളുകളാണ്, ചിലപ്പോൾ നമ്മളെ ഫാമിലിയിൽ തന്നെ ഉള്ള ആളുകൾ കാണും.
ഇത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ കേട്ടുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഇത് ആരും മിണ്ടാതിരിക്കത്തില്ല, പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം രാഹുൽ മാങ്കൂട്ടം ഇട്ടേക്കുന്ന വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കാരണം വെച്ചാലും സ്ത്രീകൾ ഓസിനല്ല ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. സർക്കാർ അതിനുള്ള എമൗണ്ട്, ഇപ്പോൾ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ അയാൾ എവിടെയാണോ ഇറങ്ങുന്നത് അതുവരെയുള്ള ടിക്കറ്റിൻ്റെ പൈസ സർക്കാർ KSRTCക്ക് കൊടുക്കുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കുക, അല്ലാതെ ഓസിനല്ല. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല, ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളെ അതിനകത്ത് യാത്ര ചെയ്യുന്ന അവകാശപ്പെട്ട സ്ത്രീകളുണ്ട്. മറ്റേ സുരേഷ് ഗോപി MP പറഞ്ഞ പോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ നല്ല ജോലിയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ മാക്സിമം അവർ പൈസ കൊടുത്ത് യാത്ര ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല ജോലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നല്ല ശമ്പളമോ ഒന്നുമില്ലാത്ത അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് ഓടുന്ന, അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു സഹായം തന്നെയാണ്, അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അവർക്ക് ഒരു മാസത്തെ ഈ ബസ്സിന് പോകുന്ന പൈസ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പം ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ത്രീകൾ ഓസിന് കയറിയിരുന്ന് യാത്ര ചെയ്യുകയും വേണം, ക്യാഷ് കൊടുത്ത് പോകുന്നവന് സീറ്റ് നൽകത്തില്ലെന്ന് പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞത് സ്ത്രീകളെ ന്യായീകരിക്കുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പുരുഷന്മാർ സീറ്റിൽ കയറി ഇരുന്നിട്ട് പുരുഷന്മാർ വരുമ്പോൾ എണ്ണിച്ചു കൊടുക്കാത്ത സ്ത്രീകളുമുണ്ട്. അതുപോലെ നല്ല ആരോഗ്യമുള്ള സ്ത്രീകൾ, പ്രായമായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള പുരുഷന്മാർ, വയ്യാത്ത ആളുകൾ വരുന്ന സമയത്ത് പോലും എണ്ണിച്ചു കൊടുക്കാത്ത ആളുകളുമുണ്ട്. പക്ഷേ ഇതിനോട് ഈ ഓസിൻ എന്നുള്ളൊരു ഒരു വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാനിത് ഒരു വീഡിയോ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ആ യുവാവ് പ്രതികരിക്കുന്നൊരു വീഡിയോ ആണ്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് യുവാവ് ഇങ്ങനെ പറയുന്നത്, ഓസിന് യാത്ര ചെയ്യാൻ വേണം, അതുപോലെ പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്നവരെ ഇരിക്കാനും സമ്മതിക്കത്തില്ല എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതൊട്ടും ശരിയായില്ലെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഇത്രയും നാളും ഇങ്ങനെ തന്നെയാണ് KSRTCയിൽ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു സംരംഭം UDF സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നത് അല്ലേ. അതുവരെയും ഇങ്ങനെ ഈ ഒരു ബസ്സിൽ KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ സീറ്റിൽ പുരുഷന്മാർ കയറിയിരിക്കുന്നു, പുരുഷന്മാർ സീറ്റിൽ സ്ത്രീകൾ കയറിയിരിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ആരും വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചിലപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാം. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഇൻറ്റൻഷൻ, ഈ ഒരു പദ്ധതി കുളമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. രണ്ട് തലത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അതായത് എന്റെ പൊന്നു മോളെ, ഞാൻ ഈ ബാഗ് അവിടെ ഇട്ടിരുന്നതാണ്, മനസ്സിലായോ? ഞാൻ ഇത് അവിടെ ഇട്ടിരുന്നതാണ്. എന്തിനാ പൈസ ഇടുന്നത്? ശരി, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മാറി തരുമോ? അപ്പൊ മാറി അത് മതി. ഈ സീറ്റ് എനിക്ക് വേണ്ട, എനിക്ക് ഈ സീറ്റ് വേണ്ട. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മാറി തരുമോ? ഓക്കെ, മാറി അത് മതിയായി. മാറി നിങ്ങൾ മാറി, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മാറുമോ? അതാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ. അപ്പൊ മാറി ഞാൻ ഇരുന്നോളാം. പിന്നെ മാറ്റരുത്, നീ തമിഴ്നാട്ടിൽ മാറ്റരുത് വെച്ചാൽ നീ കേരളക്കാരാണെന്ന് പറഞ്ഞോണ്ടേ കൂടുതൽ ഓർക്കാണ്ട്. ഞങ്ങൾ കേരളക്കാർ തന്നെയാണ്. ഇല്ല, എനിക്ക് സീറ്റാണ്. മാറാ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂല. ഞാൻ നോക്കാം. പറ്റൂല. നിങ്ങളെ സീറ്റ് മാറാൻ നിങ്ങൾ സമ്മതിക്കോ? മാറിക്കോ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ എവിടെ ഉണ്ട് സൈഡ് സീറ്റ്? അവിടെ തന്നെ ആയിക്കോളൂ. നോക്കാം. സ്റ്റേഷനിൽ പോവാ. കുഴപ്പമില്ല. ആർക്കും ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഏട്ടൻ മാറി തരുമോ? കാണിച്ചു തരാം. മനസ്സിലായി. മാറി. എനിക്ക് ആ സീറ്റ് തന്നെ വേണം. മാറി. കണ്ടക്ടർ എന്ത് പറയല്? അത് റിസർവേഷൻ അല്ലല്ലോ. നിങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടോ?
നിങ്ങൾ ആരും റിസർവേഷൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ബാഗ് വെച്ചല്ലേ. നിങ്ങളെ സീറ്റ് നിങ്ങൾ മാറുന്നല്ലോ. നിങ്ങളെ സീറ്റ് നിങ്ങൾ മാറുന്നല്ലോ. നിങ്ങളെ സീറ്റ് നിങ്ങൾ മാറുന്നല്ലോ എന്ന് ചോദിച്ചോ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മാറുന്നല്ലോ. എനിക്ക് സർവേ വരും. എനിക്ക് സർവേ വരും. എനിക്ക് സർവേ വരും. അത് എങ്ങനെ നിങ്ങൾ മാറ്റിയ? എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണമായിരുന്നു. നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. എന്റെ ബാഗിൽ 10,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ കാണാതെ പോയ ആരും ചോദിക്കാം. ഞാൻ പറയട്ടെ, ആ സ്ഥലത്തുണ്ടായിരുന്ന ബാഗ് നിങ്ങൾ ആരെ എടുക്കാൻ പറഞ്ഞേ? ആ സ്ഥലത്തുണ്ടായിരുന്ന ബാഗ് കണ്ടക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കണ്ടക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏട്ടാ നിങ്ങൾ പറഞ്ഞു. நம்ம பிடிச்ச சீட்டுக்கு அவங்க எப்படி இது பண்ணலாம்? ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട്ടുകാരനാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടുകാരനാണെങ്കിൽ. പക്ഷെ തമിഴ്നാട്ടുകാരനാണെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഈ ഇങ്ങനൊരു മലയാളിയാണ് ഇത് കാണിക്കുന്നെങ്കിൽ അവിടെ ഉള്ളവർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? അവിടെ ഉള്ളവരൊന്നും മിണ്ടായിരിക്കത്തില്ല. അവിടെ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കും അല്ലേ? തമിഴ്നാട്ടിൽ ചെന്നിട്ടൊരു മലയാളി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ കൈയും കെട്ടി മിണ്ടായിരിക്കുമോ? ഇല്ല, നല്ല മറുപടി കൊടുക്കും. അപ്പം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, തമിഴ്നാട്ടുകാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ലാസ്റ്റ് കാണിച്ചതൊരു തെണ്ടിത്തരം തന്നെയാണ്. വേറൊന്നുമില്ല, അവിടെ ഇരുന്ന ഒരാളെ പിടിച്ച് മാറ്റിയിരുത്തിട്ട് എനിക്ക് സൈഡ് സീറ്റ് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാണിച്ചൊരു അപമര്യാദയാണ്. അവിടെ ഇരുന്ന ഒരാളെ പിടിച്ച് മാറ്റിയിരുത്തിയിട്ട് അങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ 1-2 കമൻറ്റുകൾ ഞാൻ വായിക്കാം. വായിച്ചതിന് ശേഷം രാഹുലിൻ്റെ ഒരു വീഡിയോ, കാരണം ഇതുപോലെ സ്ത്രീകൾ ഓസിനാണ് കയറി യാത്ര ചെയ്യുന്നതെന്ന്. കാരണം ഈ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫാമിലിയുള്ള എത്ര ആളുകളുടെ വീട്ടിലുള്ള അമ്മമാർ, പെങ്ങന്മാർ, സ്ത്രീകൾ ഡെയിലി ഈ ഒരു പ്രിയദർശിനിയെ ആശ്രയിക്കുന്നവരുണ്ട് അല്ലേ? അവർക്കത് വലിയൊരു ഉപകാരം തന്നെയാണ്. അതുകൊണ്ട് ഈ ഓസിന് കയറി യാത്ര ചെയ്യുന്നെന്നുള്ളൊരു ആ ഒരു സംസാരം അത് നല്ലതാണ്. കാരണം സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. സർക്കാർ പൈസ കൊടുത്തിട്ടാണ് ബസ്സിനകത്ത് സ്ത്രീകൾ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പം ഓസിനെന്ന് പറഞ്ഞ് അതിനകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ അപമാനിക്കാതിരിക്കുക. സിമ്പിളായിട്ട് സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണ് ഇതൊക്കെ. എന്തായാലും രാഹുൽ പറയുന്ന വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കാരണം ഈ ഒരു സംരംഭം തകർക്കാനെ കൊണ്ടും ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന് ഈ ഒരു UDF സർക്കാരിൻ്റെ ഈ പ്രിയദർശിനി പദ്ധതിക്ക് ശേഷം ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പൈസ ഉണ്ടായിട്ടും ഇതിനകത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്ത് പോകുന്ന സ്ത്രീകളും ഉണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. രാഹുലിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനകത്ത് നല്ല വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്, സർക്കാർ ഇത് ഓസിനല്ല സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അവർ KSRTC ഒരു സ്ത്രീ യാത്ര ചെയ്താലും 2 സ്ത്രീ യാത്ര ചെയ്താലും എത്ര സ്ത്രീകൾ യാത്ര ചെയ്താലും അത്രയും എമൗണ്ട് ടിക്കറ്റിൻ്റെ ചാർജ് KSRTCക്ക് നല്ല വെണ്ടയ്ക്ക പോലെ എണ്ണി കൊടുത്തിട്ടാണ് സ്ത്രീകൾ അവിടെ ബസ്സിനകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത്. അല്ലെന്ന് KSRTC പറയട്ടെ. അപ്പം നമുക്ക് ഓസിന് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ എന്ന് പറഞ്ഞ് അപമാനിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ രാഹുലിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 3125. അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ലഭിക്കുവാൻ പോകുന്നത് 3125 ബസ്സിലാണ്. 4-3-7 ബസ്സല്ല കേട്ടോ. ഇത് ശതമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ആകെ KSRTC ബസ്സുകളുടെ 55% സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതിയല്ലേ, ഫ്രീ ബീസ് അല്ലേ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, ശക്തമായ സ്ത്രീ ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നു. ഇതിന് പിന്നിലൊരു പാരിസ്ഥിതിക ലക്ഷ്യമുണ്ട്. ഇപ്പോൾ സ്കൂട്ടറിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സൗജന്യ യാത്രാ പദ്ധതി വരുമ്പോഴത്തേക്കിന് KSRTC കൂടുതലായി പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കും. അങ്ങനെ റോഡിലെ തിരക്ക് കുറയ്ക്കുവാനും കഴിയും, അതുപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ ഇതിന് പാരിസ്ഥിതികമായ മാനങ്ങളുമുണ്ട്. ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ബസ്സിൽ കയറുമോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ട്. അവരോട് പറയാനൊരു കണക്കുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിൽ ആകെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 6.9 ലക്ഷമായിരുന്നു. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഇന്നലെ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 9.62 ലക്ഷമാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം സ്ത്രീകളുടെ യാത്രയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം മാത്രം കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ സേവ് ചെയ്യുവാൻ പറ്റിയ തുക 1,43 ലക്ഷമാണ്. ഒറ്റ ദിവസം 1,43 ലക്ഷം രൂപ കേരളത്തിലെ സ്ത്രീകൾക്ക് സേവ് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വർഷം
എത്ര കോടിയാണ് എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടി നോക്കൂ. ഈ ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ആകെ 10 കിലോമീറ്ററൊക്കെ ഓടുന്ന ചെറിയ ലോക്കൽ ബസ്സുകളല്ലേ, ഇതൊരു തട്ടിപ്പല്ലേ? ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു കുത്തിത്തിരിപ്പ് ചോദ്യം. അതിന് മറുപടിയുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഓർഡിനറി ബസ് ഉണ്ട്. ഏതാണ്ട് 132 കിലോമീറ്ററാണ് ആ ബസ് യാത്ര ചെയ്യുന്നത്. അതിലെ യാത്ര തികച്ചും സൗജന്യമാണ്. അതല്ല എങ്കിൽ ഏതാണ്ട് 120 രൂപയ്ക്കടുത്താണ് അതിൻ്റെ ടിക്കറ്റ് സാധാരണഗതിയിലാകുന്നത്. അപ്പോൾ അതിൽ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം ലാഭിക്കുവാൻ കഴിയുന്നത് 240 രൂപയാണ്. ഇത് ലാഭമല്ലേ? മാത്രമല്ല, ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ വരും, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി വരും, ഫെയർ സ്റ്റേജ് ഓർഡിനറി ബസ്സുകൾ വരും, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ വരും, ഗ്രാമവണ്ടികൾ വരും, ടൗൺ ടു ടൗൺ ബസ്സുകൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും റൂട്ടിൽ ബസ്സുകളില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമവണ്ടികൾ ആരംഭിക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഏതൊരു റൂട്ടിലേക്കും ബസ്സുകൾ എത്തിക്കുവാൻ KSRTC തയ്യാറാണ് എന്നും KSRTC മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? ഈ പദ്ധതിയെ പൂർണ്ണമായി അട്ടിമറിക്കാൻ CPM മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു ഇത് KSRTCയെ നഷ്ടത്തിലാക്കും, KSRTC ജീവനക്കാരുടെ ജീവിതത്തെ ആകെ താറുമാറാക്കും. സത്യമാണ്, പച്ചക്കള്ളാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന വഴി KSRTCക്ക് 1 രൂപ പോലും നഷ്ടമില്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ്. അവർക്ക് 60 രൂപയുടെ ടിക്കറ്റായി എന്ന് വിചാരിച്ചു. ആ 60 രൂപ സ്ത്രീക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ KSRTC അതിൻ്റെ നഷ്ടം സഹിക്കേണ്ട. ആ 60 രൂപയും മെഷീനിൽ കാണിക്കുന്ന തുക സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ലാഭമാണ്, KSRTCക്ക് ആ പണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KSRTC ഒരു തരത്തിലും ഇത് ബാധിക്കുന്നുമില്ല. നഷ്ടമില്ല എന്ന് മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി KSRTCക്ക് കൂടുതൽ ലാഭം ഈ മേഖലയിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. കാരണം യാത്രക്കാരില്ലാത്തതിൻ്റെ പേരിൽ നിർത്തിവെക്കപ്പെട്ട പല സർവീസുകളുമുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് ആ സർവീസുകൾ വീണ്ടും ചാലുവാകും. അപ്പോൾ KSRTCക്ക് ആ മേഖലയിൽ നിന്ന് വരുമാനം ലഭിക്കാൻ പോവുകയാണ്. ഇനി യാത്രക്കാർ